learn commerce. Please like, share and subscribe. Hi all, welcome to the class. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ ബാങ്കുകളുടെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചർ ചാർട്ട് നോക്കാം. ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചറിനെ മെയിനായിട്ട് രണ്ടാക്കിയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓർഗനൈസ്ഡ് സെക്ടറും അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് സെക്ടറും. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്നതാണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സും മണി ലെൻഡേഴ്സും. ഓർഗനൈസ്ഡ് സ്ട്രക്ചറിൽ വരുന്നതാണ് RBI, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അപ്പെക്സ് ബാങ്ക്സ്, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഇവ. അതിൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യാം. കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, RRBs, ലാബ്സ്. നെക്സ്റ്റ് അപ്പെക്സ് ബാങ്കുകളെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. IDBI, നബാർഡ്, എക്സിം ബാങ്ക്, സിഡ്ബി, IIBI, NHB. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സിനെ ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, അതുപോലെ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഈ ഓരോ ബാങ്കുകളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടാണ്. ഫസ്റ്റ് നമുക്ക് അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിലേക്ക് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ്. ഇൻഡിജീനിയസ് ബാങ്കേഴ്സും മണി ലെൻഡേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന സെക്ടറാണ് അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ. അൺഓർഗനൈസ്ഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് RBI അതുപോലെയുള്ള അതോറിറ്റീസോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അവർ അൺഓർഗനൈസ്ഡ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സിൽ ഫോം ചെയ്തിട്ടുള്ള ബാങ്കേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ആണ്. ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഓർ പ്രൈവറ്റ് ഫേം റിസീവിങ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ഡീലിംഗ് ഇൻ ഹുണ്ടീസ് ഓർ ലെൻഡിങ് മണി. അപ്പം ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഫേംസോ ആവാം. അവരുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന ബാങ്കിങ് ബിസിനസ് എന്ന് പറയുന്നതാണ് ഡെപ്പോസിറ്റുകളെ ആക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ ഹുണ്ടീസ് അവർ ഇഷ്യൂ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഹുണ്ടീസ്. ഹുണ്ടീസുമായി ഡീൽ ചെയ്യുക. അതുപോലെ തന്നെ മണി ലെൻഡ് ചെയ്യുക, ആവശ്യക്കാർക്ക് കടം കൊടുക്കുക. ഇത്രയാണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ചെയ്യുന്നത്. ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ഓഫ് ഇന്ത്യ ആൻഡ് മെർച്ചൻറ്റ് ബാങ്കേഴ്സ് ഓഫ് ഇംഗ്ലണ്ട് ആർ സെയിം. അപ്പോൾ ഇന്ത്യയിലെ ഇൻഡിജീനിയസ് ബാങ്കേഴ്സും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലുള്ള മെർച്ചൻറ്റ് ബാങ്കേഴ്സും സെയിം ആയിട്ടുള്ള ആളുകളാണ്. സെയിം ആണ് അവരുടെ ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹുണ്ടീസുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകളാണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്. അപ്പോൾ ഹുണ്ടീസ് എന്ന് പറയുന്നത് എന്താണ്? ഹുണ്ടീസ് ആർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ആസ് എ ഫോം ഓഫ് റെമിറ്റൻസ് ഇൻസ്ട്രുമെൻറ്റ് ടു ട്രാൻസ്ഫർ മണി ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ റെമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഹുണ്ടീസ്. അപ്പോൾ ഹുണ്ടീസായി ഡീൽ ചെയ്യുന്നത് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ദേ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഓൺ കറണ്ട് അക്കൗണ്ട് ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. കറണ്ട് അക്കൗണ്ട് ആയിട്ടും അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടും ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എന്താണ് അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് എന്തല്ല? ബാങ്കിങ് അല്ല. അപ്പോൾ ബാങ്കിങ് അല്ല അവരുടെ മെയിൻ ബിസിനസ്. അവർ വേറെയുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന മാർവാഡീസ്, ബംഗാളീസ്, ഗുജറാത്തീസ്, ചെട്ടിയാസ് അങ്ങനെയുള്ള മണി പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ആണ്. ദേ ഡു നോട്ട് പബ്ലിഷിംഗ് ദെയർ അക്കൗണ്ട്സ് ഓർ ഡു നോട്ട് ഗെറ്റ് ദം ഓഡിറ്റഡ്. നമ്മൾ പറഞ്ഞു അൺഓർഗനൈസ്ഡ് ആണ് ഈ സെക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ബുക്ക് പബ്ലിക്കിന് പബ്ലിഷ് ചെയ്യുകയോ അതുപോലെ തന്നെ ഓഡിറ്റ് ചെയ്ത് സൂക്ഷിക്കുകയോ ചെയ്യില്ല. ഹെൽപ്പിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഫാമേഴ്സ്. നമ്മൾ പറഞ്ഞു അവരുടെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആർക്കാണ്? ട്രേഡേഴ്സിനും ഫാർമേഴ്സിനാണ് അവർ മെയിനായിട്ടും ലോൺ കൊടുക്കുന്നത്. They follow conservative practices and are not governed by Reserve Bank of India. അവർ ഫോളോ ചെയ്യുന്നത് കൺസർവേറ്റീവ് ആയിട്ടുള്ള പണ്ട് കാലം മുതലുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസസ് ആണ്. അവർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഫോളോ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ ഫങ്ഷൻസ് ഓഫ് ഇൻഡിജീനിയസ് ബാങ്ക്സ് ആണ്. ഇൻഡിജീനിയസ് ബാങ്ക്സ് ചെയ്യുന്ന ഫങ്ഷൻസ് മെയിനായിട്ടും 4 ഫങ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ആണ്. അവർ ഡെപ്പോസിറ്റ്സ് റിസീവ് ചെയ്യുന്നുണ്ട്. 2 ടൈപ്പ് ഡെപ്പോസിറ്റ്സ് ആണ് അവർ റിസീവ് ചെയ്യുന്നത്. ഒന്ന് റീപേബിൾ ഓൺ ഡിമാൻഡ്. ഡെപ്പോസിറ്റ് റിസീവ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള സമയത്ത് അവർ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് റീപേ ചെയ്യുന്ന രീതിയിലുള്ളത്. അല്ലെങ്കിൽ എന്താണ് റീപേബിൾ ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ്. ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം റീപേ ചെയ്യുന്ന രീതിയിലുള്ള ഡെപ്പോസിറ്റ്സ്. ഈ 2 രീതിയിലുള്ള ഡെപ്പോസിറ്റ്സും ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് റിസീവ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഫംഗ്ഷനാണ് ലെൻഡിങ് ആണ്. ദേ പ്രൊവൈഡ് ലോൺസ് എഗെയിൻസ്റ്റ് ഓൾ ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ്. എല്ലാ രീതിയിലുള്ള സെക്യൂരിറ്റീസും വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ലാൻഡ്, ക്രോപ്സ്, ഗോൾഡ്, സിൽവർ ഇങ്ങനെ എന്ത് വേണമെങ്കിലും വയ്ക്കാം. ആ രീതിയിലുള്ള ലെൻഡിങ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് പ്രോപ്പർട്ടിയെ സെക്യൂരിറ്റി ആക്കി വെച്ചുകൊണ്ട് അവർ ലോൺ പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ തന്നെ പേഴ്സണൽ സെക്യൂരിറ്റിയുടെ ബേസിലും അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ദേ ഡീൽസ് ഇൻ ഹുണ്ടീസ്. നമ്മൾ പറഞ്ഞു ഹുണ്ടീസ് എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് അവരുടെ മണി റെമിറ്റൻസിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഹുണ്ടീസ് ബൈ ചെയ്യുക, സെൽ ചെയ്യുക, ഡിസ്കൗണ്ട് ചെയ്യുക, ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഇൻഡിജീനിയസ് ബാങ്കേഴ്സിൻ്റെ ഫംഗ്ഷനാണ്.
ഫോർത്ത് വൺ നോൺ ബാങ്കിങ് ഫങ്ഷൻസ്. ബാങ്കിങ് ഫങ്ഷൻസ് മാത്രമല്ല നോൺ ബാങ്കിങ് ഫങ്ഷൻസും ക്യാരി ഔട്ട് ചെയ്യുന്ന ആളുകളാണ് ഇൻഡിജിനസ് ബാങ്കേഴ്സ്. ലൈക്ക് എന്താണ്, റീറ്റെയിൽ ട്രേഡിംഗ്, ഏജൻസ് ടു കൊമേഴ്ഷ്യൽ ഫേംസ്, സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കുറേ നോൺ ബാങ്കിങ് ഫങ്ഷൻസും അവർ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ഡിഫെക്ട്സ്. ഇൻഡിജിനസ് ബാങ്കേഴ്സിൻ്റെ ഡിഫെക്ട്സ് എന്ന് പറയുന്നത് ഇതാണ്: കമ്പൈനിങ് ബാങ്കിങ് വിത്ത് നോൺ ബാങ്കിങ് ബിസിനസ് എന്ന് പറഞ്ഞു. ഇൻഡിജിനസ് ബാങ്കേഴ്സിൻ്റെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ബാങ്കിങ് ബിസിനസ് അല്ല, അവർ ബാക്കിയുള്ള തരത്തിലുള്ള ബിസിനസ്സുകളും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കിങ്ങിൻ്റെ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ സൗണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ബാങ്കിങ്. ബാങ്കിങ്ങിൻ്റെ സൗണ്ട് പ്രിൻസിപ്പിളിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് നോട്ട് ഓർഗനൈസ്ഡ്. നമ്മൾ പറഞ്ഞു അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ് ഇൻഡിജിനസ് ബാങ്കേഴ്സ് വരുന്നത്. തേർഡ് വൺ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദേ ചാർജ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം ഓൺ ലോൺസ്. ലോണിൻ്റെ മുകളിലൊക്കെ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് വൺ ലോൺസ് ഫോർ അൺപ്രൊഡക്റ്റീവ് പർപ്പസ്. അപ്പോൾ ലോൺ ഗ്രാൻഡ് ചെയ്യുമ്പോൾ പർപ്പസ് ഒന്നും അവർ നോക്കുന്നില്ല, അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പർപ്പസിനും അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. അപ്പോൾ അവരവരുടെ സ്വന്തം ക്യാഷ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡെപ്പോസിറ്റ് യൂസ് ചെയ്തിട്ടാണ് ലെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആണെന്ന് പറയാം. നെക്സ്റ്റ് വൺ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പീപ്പിൾ ആണ്. ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അവർ മാൽ പ്രാക്ടീസസും അതുപോലെ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ദേ ഡു നോട്ട് ഗിവ് എനി റെസിപ്റ്റ് ഫോർ അമൗണ്ട് റിസീവ്ഡ്. അവർ ക്യാഷ് റിസീവ് ചെയ്യുന്ന സമയത്തൊന്നും കസ്റ്റമേഴ്സിന് റെസിപ്റ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിലൂടെ അവരെ ചീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പീപ്പിൾ. ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. സെവൻത്ത് വൺ ലാക്ക് ഓഫ് കൺട്രോൾ ബൈ RBI. RBI ഒരിക്കലും അവരെ കൺട്രോൾ ചെയ്യുന്നില്ല. അതുപോലെ അൺഓർഗനൈസ്ഡ് സെക്ടറാണ്, അതിൻ്റെ ഒരു കൺട്രോളിങ്ങും RBIയുടെ കയ്യിൽ ഇല്ല. ഇത്രയാണ് ഡിഫെക്ട്സ് ഓഫ് ഇൻഡിജിനസ് ബാങ്കേഴ്സ്. നെക്സ്റ്റ് വൺ അൺഓർഗനൈസ്ഡ് സെക്ടറിലെ സെക്കൻഡ് കാറ്റഗറിയാണ് മണി ലെൻഡേഴ്സ്. മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത്, മണി ലെൻഡേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ഹൂ ഡു നോട്ട് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക് ബട്ട് മിയർലി ലെൻഡ് ദെയർ ഓൺ ഫണ്ട്സ്. സ്വന്തം ഫണ്ട് യൂസ് ചെയ്ത് ലെൻഡ് ചെയ്യുന്ന, ആളുകളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യാത്ത അൺഓർഗനൈസ്ഡ് സെക്ടറിലെ പാർട്ടീസാണ് മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. അവർ മെയിനായിട്ടും ലോൺ ലെൻഡ് ചെയ്യുന്നു ഫോർ കൺസംഷൻ ആൻഡ് അതർ ഡൊമസ്റ്റിക് പർപ്പസസിന് വേണ്ടി, കൺസംഷനും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ലെൻഡ് മണി ഓൺ പേഴ്സണൽ സെക്യൂരിറ്റി. അവർക്ക് പ്രോപ്പർട്ടീസ് ഒന്നും ഈട് വെച്ചിട്ടല്ല അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്, പേഴ്സണൽ സെക്യൂരിറ്റീൻ്റെ ബേസിലാണ്. പ്രൊഫഷണൽ മണി ലെൻഡേഴ്സും നോൺ പ്രൊഫഷണൽ മണി ലെൻഡേഴ്സിന് 2 കാറ്റഗറീസ് ആണ് മണി ലെൻഡേഴ്സിനുള്ളത്. പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ് മീൻസ് ദോസ് ഹൂസ് മെയിൻ ബിസിനസ് ഇസ് ടു ലെൻഡ് മണി ലെൻഡ് ചെയ്യുക എന്നുള്ളത് മെയിൻ ബിസിനസ് ആയിട്ടുള്ള ആളുകളാണ് പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ്. നെക്സ്റ്റ് നോൺ പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ദോസ് പേഴ്സൺ ഹു കമ്പൈൻ മണി ലെൻഡിങ് വിത്ത് അതർ ആക്ടിവിറ്റീസ്. മണി ലെൻഡിങ് പ്ലസ് അതർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന മണി ലെൻഡേഴ്സ് ആണ് നോൺ പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ്. ഇത്രയാണ് മണി ലെൻഡേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള അറിയേണ്ടത്. നെക്സ്റ്റ് വൺ ഫീച്ചേഴ്സ് ഓഫ് മണി ലെൻഡേഴ്സ് ആണ്. മണി ലെൻഡേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ, ദേ യൂസ് ദെയർ ഓൺ ഫണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അവരവരുടെ സ്വന്തം ക്യാഷ് യൂസ് ചെയ്തിട്ടാണ് ലെൻഡിങ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ദേ ലെൻഡ് മണി മെയിൻലി ടു ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ് ആൻഡ് വീക്കർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി. അവർ മെയിനായിട്ടും ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഇല്ലിറ്ററേറ്റ് പേഴ്സൺസിനും അതുപോലെ തന്നെ സൊസൈറ്റിയിലെ വീക്കർ സെക്ഷനും ആണ്. തേർഡ് വൺ, ദെയർ ലെൻഡിങ് ഓപ്പറേഷൻസ് ആർ പ്രോംപ്റ്റ്. അവരുടെ ലെൻഡിങ് ഓപ്പറേഷൻസ് വളരെ പ്രോംപ്റ്റ് ആയിട്ട് നടക്കുന്നതാണ്. ഫോർത്ത് വൺ, ദേ ചാർജ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ ദി ലോൺ ഗ്രാൻഡഡ്. ഇൻഡിജിനസ് ബാങ്കേഴ്സിനെ പോലെ തന്നെ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇത്രയാണ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മണി ലെൻഡേഴ്സ്. നെക്സ്റ്റ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ മണി ലെൻഡേഴ്സ് ആൻഡ് ഇൻഡിജിനസ് ബാങ്ക്സ്. ഇൻഡിജിനസ് ബാങ്ക്സും മണി ലെൻഡേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഫസ്റ്റ് വൺ, money lenders generally do not accept deposits but indigenous bankers accept deposits and grant loans. Money lenders generally deposits accept ചെയ്യാറില്ല. ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും ലോൺ ഗ്രാൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ മണി ലെൻഡേഴ്സ് ജസ്റ്റ് ഗ്രാൻഡ് ലോൺസ് മാത്രമാണ്, അവരെ ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന കാര്യം ഓർക്കുക. സെക്കൻഡ് വൺ, മണി ലെൻഡേഴ്സ് ഡു നോട്ട് ഡീൽസ് ഇൻ ഹുണ്ടീസ്. മണി ലെൻഡേഴ്സ് ഒരിക്കലും ഹുണ്ടീസ് ഡീൽ ചെയ്യുന്നില്ല, അവരെപ്പോഴും ക്യാഷ് തന്നെയാണ് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻഡിജിനസ് ബാങ്കേഴ്സ് ഡീൽസ് ഇൻ ഹുണ്ടീസ്. ഇൻഡിജിനസ് ബാങ്കേഴ്സ് ഹുണ്ടീസ് ഡീൽ ചെയ്യുന്നുണ്ട്. തേർഡ് വൺ, മണി ലെൻഡേഴ്സ് ജനറലി ലെൻഡ് ഫോർ കൺസംഷൻ പർപ്പസസ് ആൻഡ് ഇൻഡിജിനസ് ബാങ്കേഴ്സ് ലെൻഡ് ഫോർ ട്രേഡിംഗ് പർപ്പസ്. മണി ലെൻഡേഴ്സിൻ്റെ ലെൻഡിങ് പർപ്പസ് എന്ന് പറയുന്നത് കൺസംഷൻ പർപ്പസ് ആയിരിക്കും. കൺസംഷന് വേണ്ടിയിട്ടാണ് അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇൻഡിജിനസ് ബാങ്കേഴ്സ് വന്ന് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ്. ഫോർത്ത് വൺ,
മണി ലെൻഡേഴ്സ് ക്യാരി ഓൺ ദെയർ ബിസിനസ് ഇൻ റൂറൽ ഏരിയാസ്. ഓർക്കേണ്ട കാര്യം ഇതാണ്, മണി ലെൻഡേഴ്സ് അവരുടെ ബിസിനസ് ചെയ്യുന്നത് റൂറൽ ഏരിയാസിലാണ്. റൂറൽ ഏരിയാസ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് ആർ ലാർജ്ലി ആൻഡ് അർബൻ ബേസ്ഡ്. ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് ലാർജ്ലി അർബൻ ബേസ്ഡ് ആണ്. നെക്സ്റ്റ് വൺ ഡിഫെക്ട്സ് ആണ്. ഡിഫെക്ട്സ് ഓഫ് മണി ലെൻഡേഴ്സ് ആണ് മണി ലെൻഡേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിഫെക്ട്സ്. ഫസ്റ്റ് വൺ, their resources are limited to meet requirements of the rural people. നമ്മൾ പറഞ്ഞാൽ അവർ ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, മെയിൻ ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദേ ചാർജ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അവർ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആളുകളിൽ നിന്ന് ചാർജ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ദേ ഗ്രാൻഡ് ലോൺസ് ഫോർ കൺസംഷൻ ആൻഡ് അൺപ്രൊഡക്റ്റീവ് പർപ്പസ്. കൺസംഷനും അതുപോലെ തന്നെ അൺപ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർത്ത് വൺ, ദേ provide loans against crops. In this way they compel the customers to supply the crops to them. അവർ ക്രോപ്സ് സെക്യൂരിറ്റി ആക്കി വെച്ചുകൊണ്ട് ലോൺ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആ സമയങ്ങളിൽ ഇനി എന്തെങ്കിലും രീതിയിൽ കസ്റ്റമേഴ്സിന് ലോൺ റീപേ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ എല്ലാ ക്രോപ്സും അവർ കൈക്കലാക്കും. അതൊരു ഡിഫക്റ്റ് ആണ്. ഇത്രയാണ് ഡിഫക്ട്സ് ഓഫ് മണി ലെൻഡേഴ്സ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ടു പാർട്ടീസ്, മണി ലെൻഡേഴ്സും ഇൻഡിജിനിയസ് ബാങ്കേഴ്സും. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറാണ്. ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിൽ വരുന്നത് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ മോണിറ്ററി അതോറിറ്റി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ അപ്പെക്സ് ബാങ്കുകൾ, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മീൻസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, ലോക്കൽ ഏരിയ ബാങ്ക്സ് ഒക്കെയുള്ള ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സും ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സും, ഇതൊക്കെയാണ് ഓർഗനൈസ്ഡ് സെക്ടറിലെ മെയിൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് അപ്പെക്സ് ബാങ്കുകളെ കുറിച്ചാണ്. The banks which stands at the top of Indian banking structure after Reserve Bank of India is known as Apex banks. റിസർവ് ബാങ്കിന് ശേഷം ആഫ്റ്റർ ആയിട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അപ്പെക്സ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പെക്സ് ബാങ്കിനെ ഓർക്കുക, ടോപ്പ് ഓഫ് ബാങ്കിങ് ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചറിൽ തന്നെ RBI കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അപ്പെക്സ് ബാങ്കുകളാണ്. അപ്പോൾ അപ്പെക്സ് ബാങ്കുകളാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ IDBI. അപ്പോൾ ഇപ്പോൾ അത് എന്താണ്, ന്യൂ ജനറേഷൻ യൂണിവേഴ്സൽ കൊമേഴ്ഷ്യൽ ബാങ്കാണ്. അപ്പോൾ IDBI ഒരു അപ്പെക്സ് ബാങ്കാണെന്നുള്ള കാര്യം ഓർക്കുക. ഡെവലപ്മെൻറ്റ് ഫീൽഡിലെ അപ്പെക്സ് ബാങ്കാണ്. നെക്സ്റ്റ് നബാർഡാണ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. തേർഡ് വൺ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് മീൻസ് എക്സിം ബാങ്ക്. ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ IRBI. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ IIBI. രണ്ടും അപ്പെക്സ് ബാങ്കുകളാണ്. ഫിഫ്ത്ത് വൺ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മീൻസ് സിഡ്ബി. നാഷണൽ ഹൗസിംഗ് ബാങ്ക്, ഇവരൊക്കെയാണ് അപ്പെക്സ് ബാങ്ക്സ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ വെക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് മെയിനായിട്ട് 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് SHS എന്താണ്, പബ്ലിക് സെക്ടർ ബാങ്ക്സും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് കൺസിസ്റ്റ് ഓഫ് ഓൾഡ് പ്രൈവറ്റ് ബാങ്ക്സ് ആൻഡ് ന്യൂ ജനറേഷൻ ബാങ്ക്. പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ ഓൾഡ് പ്രൈവറ്റ് ബാങ്ക്സും വരും, അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ബാങ്ക്സും വരും. അപ്പോൾ ഓർക്കുക, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ മെയിൻലി 2 ടൈപ്സ് ആണ്, പബ്ലിക് സെക്ടർ ബാങ്ക്സും പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിന് വീണ്ടും രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഓൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും അതുപോലെ ന്യൂ ജനറേഷൻ ബാങ്ക്സും. അപ്പോൾ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്താണെന്നുള്ള കാര്യം. ദ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് RBI ആക്ട് 1934. RBI ആക്ട് 1934 സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള പേരുകളുള്ള ബാങ്കുകളെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ക്യാരി ഔട്ട് നോർമൽ ബിസിനസ് ഓഫ് ബാങ്കിങ് സച്ച് ആസ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, ഗിവിംഗ് ഔട്ട് ലോൺസ് ആൻഡ് അതർ ബാങ്കിങ് സർവീസസ്. അവരുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നോർമലി ബാങ്കുകൾ ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും ചെയ്യാന്നുള്ളത്. ലൈക്ക് എന്താണ്, ഡെപ്പോസിറ്റ്സ് റിസീവ് ചെയ്യുക, ലോൺസ് ഗ്രാൻഡ് ചെയ്യുക, അതുപോലെ വേറെയുള്ള ബാങ്കിങ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു 4 ഗ്രൂപ്പ്സ്. മെയിനായിട്ട് 4 ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് വൺ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ്. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കൺസിസ്റ്റ് ഓഫ് SBI, നാഷണലൈസ്ഡ് ബാങ്ക് ആൻഡ് അതർ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. അപ്പോൾ ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ വരുന്ന ബാങ്ക്സ് എന്ന് പറയുന്നത് എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത് SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്ക്സ്, മറ്റുള്ള പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ്. മെയിനായിട്ട് ദർ ആർ 12 പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഇൻ ഇന്ത്യ ഇൻക്ലൂഡിങ് SBI അടക്കം 12 പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് ഇന്ത്യയിലുള്ളത്. നെക്സ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആണ്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുന്നത് ഓൾഡ് പ്രൈവറ്റ് ബാങ്ക്സും അതുപോലെ ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും ഉണ്ട്. 40 പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 12
22 പ്രൈവറ്റ് ബാങ്ക്സ്. ആ 40 പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ 22 പ്രൈവറ്റ് ബാങ്ക്സ് ആണ്, 3 ലോക്കൽ ഏരിയ ബാങ്ക്സ് ആണ്, 9 സ്മോൾ ഫിനാൻസ് ബാങ്ക്സും ഇവിടെ 6 പേയ്മെൻറ്റ് ബാങ്ക്സും ആണ് ഉള്ളത്. നെക്സ്റ്റ് റീസെൻ്റ് ആയിട്ട് RBI പെർമിഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള 2 ബാങ്ക്സ് ആണ് IDFCയും ബന്ധൻ ഫിനാൻഷ്യൽ സർവീസസും. IDFC എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് ഫേമാണ്. ബന്ധൻ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് മൈക്രോ ലെൻഡർ ടു പുവർ ടു സ്റ്റാർട്ട് ബാങ്ക്സ്. ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പാവപ്പെട്ട ആളുകൾക്ക് മൈക്രോ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കാണ് ബന്ധൻ ഫിനാൻഷ്യൽ സർവീസസ്. IDFC എന്ന് പറയുന്നത് മുംബൈ ബേസ്ഡ് നോൺ ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനിയാണ്. അതിൻ്റെ മെയിൻ പർപ്പസ് നമ്മൾ പറഞ്ഞു ഇൻഫ്രാസ്ട്രക്ചർ ലെൻഡിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ബന്ധൻ ഫിനാൻഷ്യൽ സർവീസ് എന്നത് ഓൾറെഡി പറഞ്ഞ എന്താണ് മൈക്രോ ഫിനാൻസ് ഓർഗനൈസേഷൻ ആണ്. അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളത് കൊൽക്കത്തയിലാണ്. IDFC and Bandhan will get a year and a half to begin operations, failing which their licenses could be cancelled. RBI പറഞ്ഞിട്ടുള്ളതാണ് IDFCക്കും ബന്ധൻ ബാങ്കിനും എന്ത് കിട്ടും, 1.5 വർഷം അവരുടെ ഓപ്പറേഷൻസ് ബിഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. അങ്ങനെ അവർ ചെയ്യുന്നില്ലെങ്കിൽ 1.5 വർഷത്തിനുള്ളിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ലൈസൻസ് ക്യാൻസൽ ചെയ്യുമെന്നാണ് RBI പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഇത്രയാണ് പറയാനുള്ളത്. നെക്സ്റ്റ് ഫോറിൻ ബാങ്ക്സ് ആണ്. അറ്റ് പ്രസൻറ്റ് ദർ ആർ 40 ഫോറിൻ ബാങ്ക്സ് ഓപ്പറേറ്റിംഗ് ആസ് ബ്രാഞ്ചസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബ്രാഞ്ചസ് ഉള്ള 40 ഫോറിൻ ബാങ്ക്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ഫോർത്ത് വൺ റീജിയണൽ റൂറൽ ബാങ്ക്സ് ആണ്. ഇൻ ഇന്ത്യ വി ഹാവ് 33 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് 43 റീജിയണൽ റൂറൽ ബാങ്ക്. ഇന്ത്യയിൽ 33 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സും 43 റീജിയണൽ റൂറൽ ബാങ്ക്സുമാണ് ഉള്ളത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പറയാം. താങ്ക് യു.